വെൽക്കം. റഹ്മാനാണ്. ഓട്ടോകാർഡ്സ് ഫാർമക്കോളജി സീരീസിൽ ഈ വീഡിയോ പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റിംഗ് ഫാക്ടർ ഓർ PAF നെ കുറിച്ചിട്ടാണ്. PAF ഒരു ലിപ്പിഡ് ഡിറൈവ്ഡ്, ലിപ്പിഡിൽ നിന്നുണ്ടാവുന്നതാണ്. ലിപ്പിഡ് ഡിറൈവ്ഡ് ഓട്ടോകോയിഡ് ആണ് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ലിപ്പിഡ് ഡിറൈവ്ഡ് മറ്റ് ഓട്ടോകോയിഡ്സ് ഏതൊക്കെയാണ്? മറ്റ് ഓട്ടോകോയിഡ്സ് ഉദാഹരണം പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ലിപ്പിഡ് ഡിറൈവ്ഡ് ആണ്. ത്രോംബോക്സൈൻ A2 എന്ന് പറയുന്നത് ലിപ്പിഡ് ഡിറൈവ്ഡ് ആണ്. ദെൻ ലൂക്കോട്രൈൻസ് C4 D4 അങ്ങനെയൊക്കെയുള്ള എല്ലാം ലിപ്പിഡ് ഡിറൈവ്ഡ് ആണ്. സോ PAF ഇസ് എ ലിപ്പിഡ് ഡിറൈവ്ഡ് എയ്ക്കോസനോയിഡ്. എയ്ക്കോസനോയിഡ് എന്ന് പറയുമ്പോൾ 20 കാർബൺ വേണം. ഇതിന് പക്ഷേ ഒരു 16 to 18 കാർബണൊക്കെ ഉള്ളൂ എന്നുള്ളതാണ്. സോ എയ്ക്കോസനോയിഡിനോട് റിലേറ്റഡ് ഓട്ടോകോയിഡ് ആണ് പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റിംഗ് ഫാക്ടർ. ആൻഡ് ഇത് ഉണ്ടാകുന്നത് സെൽ മെംബ്രെയിൻ്റെ ഇപ്പോൾ ഇത് സെല്ലാണെങ്കിൽ സെൽ മെംബ്രെയിൻ ഡബിൾ സെൽ മെംബ്രെയിൻ ആണ്. സോ ഇവിടെ നിന്നുള്ള ഫോസ്ഫോലിപ്പിഡ്സ്, ഇവിടെയുള്ള ഫോസ്ഫോലിപ്പിഡ് നമ്മൾ സെൽ മെംബ്രെയിൻ വരയ്ക്കുന്നത് ഇതാ ഇങ്ങനെയാണ്. ഇത് സെൽ മെംബ്രെയിൻ ആണെങ്കിൽ ഇതാണ് ഫോസ്ഫോലിപ്പിഡ് എന്ന് പറഞ്ഞ് നമ്മൾ വരയ്ക്കുന്നത്. സോ ഇത് പൊട്ടിയാണ് ഉണ്ടാകുന്നത്. PAF കെമിക്കലി ഇത് അസറ്റൈൽ ഗ്ലിസറൈൽ ഈതർ ഫോസ്ഫോറിൽ എന്ന് പറയുമ്പോൾ ഫോസ്ഫാറ്റിഡൈൽ എന്ന് എഴുതാം. ഫോസ്ഫോറിൽ കോളീൻ ആണ് എന്നുള്ളതാണ്. AGEPC എന്ന് നമുക്ക് അബ്രിവിയേറ്റ് ചെയ്യാം. സോ ഇറ്റ്സ് ആൻ ഈതർ ലിങ്ക് ഫോസ്ഫാറ്റിഡൈൽ കോളീൻ ആണ്. ഫോസ്ഫാറ്റിഡൈൽ കോളീൻ ആണ് ഇത്. സെൽ മെംബ്രെയിനിൽ നിന്നാണ് ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു. സോ ഏത് സെല്ലുകളുടെ സെൽ മെംബ്രെയിനിൽ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും WBC സെൽ. സപ്പോസ് ദിസ് ഒരു WBC ആണെന്ന് വിചാരിച്ചാൽ WBC സെല്ലുകളിൽ നിന്നുണ്ടാകാം. അപ്പോൾ WBC സെൽസ് ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽസ് നമുക്കറിയാം, അല്ലെങ്കിൽ അതിനെ പോളിമോർഫോ ന്യൂക്ലിയർ സെൽസ് എന്ന് നമ്മൾ വിളിക്കും. ക്യാൻ ബി ഇസിനോഫിൽസ് ആകാം, ഇറ്റ് ക്യാൻ ബി ബേസോഫിൽസ് ആകാം, ഇറ്റ് ക്യാൻ ബി മോണോസൈറ്റ്സ് ഓർ മാസ്റ്റ് സെൽസ്. സെൽ എന്ന് വെച്ചാൽ ടിഷ്യൂലുള്ള സെല്ലുകളാണ്. ദെൻ ഓൾസോ ഫ്രം പ്ലേറ്റ്ലെറ്റ്, പേര് തന്നെ പ്ലേറ്റ്ലെറ്റ് ആണ്. സോ പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റിംഗ് ഫാക്ടർ, സോ പ്ലേറ്റ്ലെറ്റ് നിന്നുണ്ടാകാം. ആൻഡ് ഓൾസോ ഫ്രം ബ്ലഡ് വെസൽസിന്റെ എൻഡോത്തീലിയൽ സെൽസ് പൊട്ടിയാലും സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. സോ ഇവിടെ നിന്നൊക്കെ ഡിഫറെന്റ് ബയോകെമിക്കൽ പാത്വേസ് വഴിയാണ് ഈ പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റിംഗ് ഫാക്ടർ ഉണ്ടാകുന്നത്. പിന്നെ ഈ സെൽ മെംബ്രെയിനിൽ നിന്ന് പുറത്തുണ്ടാകാനായിട്ട് എന്തൊക്കെയാണ് കാരണങ്ങൾ, എന്തൊക്കെ സ്റ്റിമുലേഷൻസ് ആണെന്ന് ചോദിച്ചാൽ, വൺ ഈസ് IgE സെൻസിറ്റൈസേഷൻസ് മൂലം PAF പുറത്തേക്ക് വരാം. ദെൻ കീമോടാക്റ്റിക് ഫാക്ടേഴ്സ് വഴി, ദെൻ ഫാഗോസൈറ്റിക് സ്റ്റിമുലേഷൻസ് വഴി, ദെൻ ഇന്റർലൂക്കിൻസ്, ത്രോംബിൻസ് അല്ലെങ്കിൽ ലൈസോ PAF. സോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ ഈ പറഞ്ഞ സെല്ലുകളിൽ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും PAF വിൽ ബി റിലീസ്ഡ്. അപ്പോൾ ഇനി ഇതിന്റെ സിന്തസിസ് ആൻഡ് ദ മെറ്റബോളിസം പറഞ്ഞു കഴിഞ്ഞാൽ, ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ നമ്മൾ ഓൾറെഡി വരച്ചതാണ്. ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിൽ ഏത് എൻസൈമാണ് ആക്ട് ചെയ്യുക? ഫോസ്ഫോലിപ്പേസ് A2 എന്ന് പറയുന്ന എൻസൈം പ്രവർത്തിച്ച് കഴിയുമ്പോൾ, ഫോസ്ഫോലിപ്പേസ് A2 പ്രവർത്തിച്ച് കഴിയുമ്പോഴത്തേക്കും ആദ്യം ലൈസോ PAF ആയിരിക്കും ഉണ്ടാവുക. ലൈസോ PAF ഒരു ഫാറ്റി ആസിഡ് അപ്പോഴത്തേക്കും റിലീസ് ചെയ്യും. സോ ഫാറ്റി ആസിഡിനെ മുറിച്ചാണ് മാറ്റിയത്, റിലീസ് ചെയ്യും കൂടെ. ഇനി ലൈസോ PAFൽ നമ്മൾ ലൈസോ PAF അത് തന്നെ സംഭവം അസറ്റൈൽ ട്രാൻസ്ഫറേസ് എന്ന് വെച്ചാൽ ഒരു അസറ്റൈൽ ഗ്രൂപ്പ് അതിലേക്ക് പിടിപ്പിക്കലാണ്. അസറ്റൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈം വഴി നമുക്ക് അപ്പോൾ അസറ്റൈൽ ഗ്രൂപ്പ് പിടിപ്പിക്കണമെങ്കിൽ അസറ്റൈൽ CoA കൊടുക്കണം. അസറ്റൈൽ CoA അപ്പോൾ നമുക്ക് പുറത്തേക്ക് CoA ആയിരിക്കും പോകുക. അപ്പോൾ അസറ്റൈൽ ഗ്രൂപ്പ് അവിടെ പിടിപ്പിച്ചു, അപ്പോൾ ഉണ്ടാവുന്നതാണ് PAF എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ മെറ്റബോളിസം ഓർ ഡിഗ്രഡേഷൻ നേരെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് തന്നെയാണ്. എൻസൈമിന്റെ പേര് വ്യത്യാസമുണ്ട്. PAF അസറ്റൈൽ ഹൈഡ്രോലേസ് എന്ന് പറയുന്ന എൻസൈമാണ് ഇവിടെ പ്രവർത്തിക്കുക. അപ്പോൾ അതുണ്ടാകുന്നത് ലൈസോ PAF ആണ്. സോ ഇത് ഹൈലി നന്നായിട്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്, ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ആൻഡ് ഇതിനകത്തേക്ക് വീണ്ടും ഫാറ്റി ആസിഡ് ആണ് നമ്മളിവിടെ കളഞ്ഞത്. സോ ഫാറ്റി ആസിഡ് പിടിപ്പിക്കാൻ സം ട്രാൻസ്ഫറേസ് എൻസൈം ആയിരിക്കും. സോ നമുക്ക് വീണ്ടും നേരത്തെ ഇരുന്ന സംഭവങ്ങളിലേക്ക് കിട്ടും. സോ ഇതാണ് സിന്തസിസ് ആൻഡ് ഡിഗ്രഡേഷൻ ഓഫ് PAF. ഇനി ഇത് പ്രവർത്തിക്കാൻ ഇതിന്റെ റിസപ്റ്റേഴ്സോ PAFന്റെ റിസപ്റ്റേഴ്സ് വേണം. റിസപ്റ്റേഴ്സ് ആർ G പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ് ആണ്. GI/G0 വഴി പ്രവർത്തിക്കാം, GQ/G11. സോ രണ്ട് രീതിയിലും പ്രവർത്തിക്കാം, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സെൽസ് ഏത് ആക്ഷൻസ് ആണ് വേണ്ടത് എന്നനുസരിച്ച്. സോ എനിവേ ഇറ്റ് ഈസ് G പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ് ആണ്. ഇനി വാട്ട് ആർ ഇറ്റ്സ് എഫക്ട്സ്, എന്തെല്ലാമാണ് ആക്ഷൻസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അത് തന്നെ ബ്ലഡ് വെസൽസിൽ ഇത് വാസോ ഡയലേറ്റർ ആണ്. സോ ദിസ് എ വാസോ ഡയലേറ്റർ ആണ്. ഇതിപ്പോൾ നൈട്രിക് ഓക്സൈഡ് ആയിരിക്കും റിലീസ് ചെയ്യുക. നൈട്രിക് ഓക്സൈഡ് ഓർ EDRF എൻഡോത്തീലിയൽ ഡിറൈവ്ഡ് റിലാക്സിംഗ് ഫാക്ടർ വഴിയാണ് പ്രവർത്തിക്കുക. അപ്പോൾ BPO ബ്ലഡ് പ്രഷർ വിൽ ഡിക്രീസ്, ടോട്ടൽ വാസ്കുലാർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഒക്കെ കുറയും, ഹൈപ്പോ ടെൻഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. സോ ദിസ് ക്യാൻ പ്രൊഡ്യൂസ് ഹൈപ്പോ ടെൻഷൻ ഉണ്ടാക്കും. ഇനി വാസ്കുലാർ പെർമിയബിലിറ്റിയുടെ കാര്യത്തിൽ ദിസ് ക്യാൻ ഇൻക്രീസ് ദ വാസ്കുലാർ പെർമിയബിലിറ്റി ഏറ്റവും കൂട്ടുന്ന മോസ്റ്റ് പൊട്ടന്റ് ആരാണെന്ന് ചോദിച്ചാൽ വേറെ ചോദ്യങ്ങളൊന്നുമില്ല, ദാറ്റ് ഈസ് PAF ആണ്. സോ ഇറ്റ് ഈസ് 1000x potent, 1000 times potent than histamine
ഓർ ബ്രാഡികൈനിൻ. ഇതിനൊക്കെ 1000 ഇരട്ടി വാസ്കുലാർ പെർമിയബിലിറ്റി കൂട്ടുന്ന ആളാണ് പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റിംഗ് ഫാക്ടർ. സപ്പോസ് നമ്മൾ ഇൻട്രാഡെർമൽ ഇതങ്ങോട്ട് കുത്തിവെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ഹിസ്റ്റമിനൊക്കെ ഉണ്ടാകുന്നത് ഫ്ലാഷ്, ഫ്ലയർ, വീൽ ഒക്കെ തന്നെയായിരിക്കും ഇതും ഉണ്ടാകുക. ഇനി ബ്ലഡിൽ നമ്മൾ പറഞ്ഞത് നേരത്തെ ബ്ലഡ് വെസലിലായിരുന്നു. ഇനി ബ്ലഡിൽ എന്താണ് ഇവയുടെ ആക്ഷൻ എന്ന് വെച്ചാൽ പേരിൽ തന്നെ ഉണ്ട് പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റിംഗ് ഫാക്ടർ എന്നാണ്. സോ ഇറ്റ് വിൽ പ്രൊമോട്ടർ ഓഫ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ. പ്ലേറ്റ്ലെറ്റിന്റെ അഗ്രിഗേഷൻ സഹായിക്കുന്ന ആളാണ് ഇത്. പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേറ്റ് ചെയ്യാനായിട്ട് ദേ വിൽ റിലീസ് ത്രോംബോക്സിൻ A2 അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരിക്കും റിലീസ് ചെയ്യുക. ആൻഡ് അങ്ങനെയാണെങ്കിൽ നമ്മളിത് ബ്ലഡിനേക്ക് നേരിട്ട് കുത്തിവെച്ച് കഴിഞ്ഞാൽ, ബ്ലഡിനകത്തേക്ക് നേരിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രാവാസ്കുലാർ ബ്ലഡിനകത്ത് തന്നെ ത്രോംബോസിസ് കട്ട പിടിക്കും എന്നുള്ളതാണ്. ഇൻട്രാവാസ്കുലാർ ത്രോംബോസിസ് ഉണ്ടാകും. ഇപ്പോൾ പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റിംഗ് എന്ന് പറയുമ്പോൾ പ്ലേറ്റ്ലെറ്റിന് മാത്രമാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് വിചാരിക്കരുത്. പ്ലേറ്റ്ലെറ്റിന് മാത്രമല്ല, ദാറ്റ് ഈസ് പോളിമോർഫോ ന്യൂക്ലിയർ സെൽസ്, അല്ലെങ്കിൽ അതിനെ ന്യൂട്രോഫിൽസ് എന്ന് വിളിക്കാം. അതർ ല്യൂക്കോസൈറ്റ്സ്, ഉദാഹരണത്തിന് മോണോസൈറ്റ്സ്, മാക്രോഫേജസോ ഇവയെല്ലാം അഗ്രിഗേറ്റ് ചെയ്യുകയോ ആക്ടിവേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന പണി കൂടി ഉണ്ട് ആർക്ക്? ദിസ് പ്ലേറ്റ്ലെറ്റ് ആക്ടിവേറ്റിംഗ് ഫാക്ടർ. അപ്പോൾ സ്മൂത്ത് മസിൽസിൽ വാസ്കുലാർ സ്മൂത്ത് മസിൽസിനെ റിലാക്സ് ചെയ്യുമെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. സോ മറ്റ് ചില സ്മൂത്ത് മസിൽസ്, ഉദാഹരണം GIT സ്മൂത്ത് മസിൽസ്, അല്ലെങ്കിൽ യൂട്ടറസ്, അല്ലെങ്കിൽ ഫാരിഞ്ചിയൽ എയർവേസ് ഓഫ് ലങ്സ്. സോ ഇവിടെയെല്ലാം ദിസ് ക്യാൻ കോസ് കൺട്രാക്ഷൻസ് ആണ് ഉണ്ടാക്കുന്നത് എന്നുകൂടി ഓർക്കുക. ആൻഡ് WBC സെൽസിൽ ഇതൊരു കീമോടാക്റ്റിക് ഫാക്ടർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂട്രോഫിൽസിനെ എൻഡോത്തീലിയൽ സെൽസിലെ അടുപ്പിക്കുക, ദെൻ അവിടെ നിന്ന് അകത്തേക്ക് ഒട്ടിച്ചേരുക, ആൻഡ് മൈഗ്രേഷൻ. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന ബ്ലഡ് വെസൽസിൽ ഇൻഫ്ലമേഷന്റെ പ്രോസസ്സാണ്. അതിനൊക്കെ സഹായിക്കുന്നത് PAF ആണ്. ഇനി നമുക്ക് പറയേണ്ടത് PAFന്റെ പത്തോഫിസിയോളജിക്കൽ റോൾസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സോ നമ്പർ 1 ഈസ് ഇൻ ഇൻഫ്ലമേഷനിൽ ഇതിന് കാര്യമായിട്ടുള്ള റോൾ ഉണ്ട് എന്നുള്ളതാണ്. സോ ഇറ്റ്സ് എ പ്രോ ഇൻഫ്ലമേറ്ററി കോമ്പൗണ്ട് ആണ്. ഇൻഫ്ലമേറ്ററി ആണ്, മോളിക്യൂൾ ആണ് ഇത്. എന്തൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്? വാസോ ഡയലേറ്ററി ആണോ? ആണ്. വാസ്കുലാർ പെർമിയബിലിറ്റി കൂട്ടുന്നുണ്ട്, വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേറ്ററി ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ഇൻക്രീസ് ഹൈപ്പർ ആൾജസിയ എന്ന് പറയുമ്പോൾ വേദന കൂട്ടുന്ന സംഭവങ്ങൾ നമ്മുടെ പ്രോസ്റ്റഗ്ലാൻഡിൻ, ബ്രാഡിക്കൈനൊക്കെ പോലെ തന്നെ അസലം വേദന ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. സോ അപ്പോൾ എല്ലാം കൂടി ചേരുമ്പോൾ ഇൻഫ്ലമേഷന്റെ കാര്യങ്ങളാണ്. എക്സുഡേഷൻ ഉണ്ടാക്കുന്നുണ്ട്, എഡീമ ഉണ്ടാക്കുന്നുണ്ട്, സെല്ലുലാർ ഇൻഫിൽട്രേഷൻ അല്ല തുടങ്ങിയ ആ ഭാഗത്തേക്ക്, ദെൻ ഹീമോസ്റ്റാസിസ് ഉണ്ടാക്കുന്നുണ്ട്, ത്രോംബോസിസോ എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. സോ ദിസ് പ്രോ ഇൻഫ്ലമേറ്ററി പ്രോസസ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും ഇത് ചെയ്യുന്നുണ്ട്. ഇനി അലർജിക് റെസ്പോൺസസ് ആൻഡ് അനാഫിലാക്സിസ്. ഇവിടെ എന്തൊക്കെയാണ് ആക്ഷൻ നമ്മൾ പറഞ്ഞത്? ഷോക്ക് ലൈക്ക് കണ്ടീഷൻസ് ഉണ്ടാക്കാം, ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ഉണ്ടാക്കാം. സോ ബ്രോങ്കിയൽ ആസ്മയിലൊക്കെ പ്രശ്നമാണ്. ദെൻ ഇൻക്രീസ്ഡ് ബ്രോങ്കിയൽ സെക്രീഷൻസ്, ബ്രോങ്കയിലുള്ള സെക്രീഷൻസ് ഒക്കെ വർദ്ധിപ്പിക്കാം. സോ ഇതൊക്കെ കൂട്ടുന്നതിന് ലൂക്കോട്രൈൻസ് സഹായം ആവശ്യമാണ്. ലൂക്കോട്രൈൻ C4, ലൂക്കോട്രൈൻ D4. സോ ഇവയുടെയൊക്കെ സഹായം ആവശ്യമാണ്. സോ ദിസ് ക്യാൻ കോസ് അർട്ടിക്കേറിയ അല്ലെങ്കിൽ ഹൈവ്സ്. സോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അലർജിക് റെസ്പോൺസസിലൊക്കെ ഇതിന് റോൾ ഉണ്ട് എന്നുള്ളതാണ്. ഇനി GI ഓർത്ത് വെക്കേണ്ടത് ദിസ് ക്യാൻ കോസ് അൾസറേഷൻ. GI അൾസറേഷൻ ഉണ്ടാക്കും എന്നുള്ളത്. ഇനി വ്യത്യസ്തമായിട്ടുള്ള ഒരു ആക്ഷൻ ഉള്ളത് ഇൻ റീപ്രൊഡക്ഷനിലാണ്. റീപ്രൊഡക്ഷൻ ആൻഡ് ഓൾസോ പാർച്ചുറേഷനിൽ എന്തൊക്കെയാണ്? സോ ഇറ്റ്സ് ഹെൽപ്സ് ഇൻ ഓവുലേഷൻ സഹായിക്കുന്നുണ്ട്, ഫെർട്ടിലൈസേഷന് സഹായിക്കുന്നുണ്ട്, ഇംപ്ലാന്റേഷൻ സഹായിക്കുന്നുണ്ട്, ആൻഡ് ഓൾസോ ഇൻ പാർച്ചുറേഷൻ. സോ ഹെൽപ്സ് ഇൻ റീപ്രൊഡക്റ്റീവ് പ്രോസസ് പലതിലും ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ട് എന്ന് നമുക്ക് കാണാം. ഇനി ഹൃദയത്തിൽ റീപെർഫ്യൂഷൻ ഇഞ്ചുറി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ഷൻസ് ഒക്കെ ഉണ്ട്, ഞാൻ അതൊക്കെ വിടാണ്. സോ ഇനി ഇത് മരുന്നായിട്ട് വല്ല ഉപയോഗം ഉണ്ടോ എന്ന് വെച്ചാൽ ദിസ് ഹാസ് നോ തെറാപ്യൂട്ടിക് യൂസ് ഒന്നും ഇല്ല ഇതിന്. ദെൻ ഇൻഹിബിറ്റർ ആയിട്ടുള്ള മരുന്നുണ്ടോ? ഇതിനെ തടയുന്ന എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഈസ് ജിങ്കോ, GINKO, ജിങ്കോലൈഡ് എന്ന് പറയുന്ന, ജിങ്കോലൈഡ് B എന്ന് പറയുന്നത് ഇതിനെ നാച്ചുറൽ കോമ്പൗണ്ട് ആണ്. സോ ഇതിനെ തടയുന്ന ഒരു മരുന്നാണ്. മറ്റൊരു മരുന്ന് വന്നത് ദാറ്റ് ഈസ് ലെക്സി പാൻഡ് എന്ന് പറയുന്ന ഒരു മരുന്ന് വന്നു. സോ അത് പാൻക്രിയാറ്റിക് ഇഞ്ചറിയുടെ സിസ്റ്റമിക് കോംപ്ലിക്കേഷൻസ് തടയാൻ സഹായിച്ചേക്കാം എന്ന് കരുതുന്ന ഒരു PAF റിസപ്റ്റർ അന്റഗോണിസ്റ്റ് ആണ്. പാൻക്രിയാറ്റിക് ഇഞ്ചറിയിൽ സഹായിക്കും എന്നാണ് ഇപ്പോൾ കരുതുന്നത്. നേരത്തെ അല്ല, പല ആക്ഷൻസിനൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ഇതിനാണ് ഉപയോഗിക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് PAF. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.